20 വർഷത്തോളമുള്ള കാലയളവിൽ FBI നടത്തിയിട്ടുള്ള ഒരു കുറ്റാന്വേഷണമാണിത്. FBI മാത്രമല്ല നടത്തിയത്, അമേരിക്ക എന്ന രാജ്യത്തുള്ള സകല ജനങ്ങളും ഒന്നിച്ച് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. എല്ലാവർക്കും അറിയണമായിരുന്നു ആ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി അത് ശരിക്കും ആരായിരുന്നുവെന്ന്. അന്വേഷിച്ച് പോകെ പോകെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ അത് അതിദാരുണമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര ദാരുണമായ അവസ്ഥയിലൂടെയാണ് അവൾ ജീവിതം കഴിച്ചു കൂട്ടിയത്. ശരിക്കും ആരായിരുന്നു അവൾ? അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഈ കഥയുടെ തുടക്കം 1990 അമേരിക്കയിലെ ഒക്ലഹോമ സിറ്റി. ആ സിറ്റിയിൽ ഇപ്പോൾ അർദ്ധരാത്രി ആയിരിക്കുന്നു. ഏപ്രിൽ മാസമാണ്. ഒരു വാഹനം ആ സിറ്റിയിലെ റോഡിലൂടെ കടന്നു പോവുകയാണ്. അതിൽ 3 ചെറുപ്പക്കാരുണ്ട്. വാഹനം അല്പം മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ വഴിയിൽ എന്തൊക്കെയോ വസ്തുക്കൾ ചിതറിക്കിടക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അത് കണ്ട് സംശയം തോന്നിയ അവർ വാഹനം നിർത്തി വെളിയിലേക്ക് ഇറങ്ങി നോക്കുന്നുമുണ്ട്. കുറേയധികം വസ്തുക്കൾ അവിടെ ചിതറിക്കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ അല്പം അകലെയായിട്ട് ഒരാൾ കിടപ്പുണ്ട്. വളരെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മാത്രമാണ് അത് അവശയായി കിടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതാണ്ട് 20 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരു സ്ത്രീ. അവളുടെ ശരീരത്തിൽ നിന്നും ധാരാളമായി രക്തമൊഴുകി പോയിട്ടുണ്ട്. നല്ല അവശ്യ നിലയിലാണ്. ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ ഉറപ്പില്ല. ഉടൻ തന്നെ അവർ ആംബുലൻസിനെ വിളിച്ചു വരുത്തി. ആ ആംബുലൻസിൽ നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ആശുപത്രിയിലെത്തി അധികം വൈകാതെ തന്നെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ എത്തിച്ചേരുകയുണ്ടായി. അയാൾ പക്ഷേ നല്ല പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ക്ലാരൻസ് എന്നാണ് അയാളുടെ പേര്. അയാളിൽ നിന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ടോണിയ ഹ്യൂഗ്സ് എന്നാണെന്ന് മനസ്സിലാക്കിയത്. ടോണിയ ഹ്യൂഗ്സിനും ക്ലാരൻസിനും ഒരു മകനുണ്ട്. ഏതാണ്ട് 1 വയസ്സോളം പ്രായമുള്ള മൈക്കിളാണ് അവരുടെ മകൻ. ക്ലാരൻസ് ഈ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് മനസ്സിലാക്കിയതിന് ശേഷം കാരൻ എന്ന മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചു പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു അപകടം ടോണിയയ്ക്ക് സംഭവിച്ചു എന്ന കാര്യം. കാരൻ എന്ന ആ പെൺകുട്ടിയും ടോണിയും തുൽസ എന്ന ആ പട്ടണത്തിലെ ഒരു സ്ട്രിപ്പർ ക്ലബിലെ സ്ട്രിപ്പേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രിപ്പർ ഡാൻസേഴ്സ് ആയിരുന്നു. കാരൻ ഈ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. സംഭവം നടന്നിരിക്കുന്നത് അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 150 കിലോമീറ്റർ അകലെയായിട്ടാണ്. ഇത്രയധികം അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് രാത്രിയിൽ പോകുന്ന കാര്യം ടോണിയ ഒരിക്കലും കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഉടനെ തന്നെ കാരനെ അത് വിളിച്ചറിയിക്കുന്ന ഒരു പതിവ് ടോണിയയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാര്യം പറയാതെ പോയത്? കാരന് ഒരുപാട് സംശയങ്ങൾ തോന്നി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ ക്ലാരൻസ് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, ICUവിലാണ് ടോണിയ കിടക്കുന്നത്, ഇവിടെ വന്നാൽ അവളെ കാണാൻ സാധിക്കുന്നതുമല്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ കാരൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട്. അബോധാവസ്ഥയിലാണ് ടോണിയ ആ സമയത്തൊക്കെ തന്നെയും. പക്ഷേ അവിടുത്തെ നേഴ്സ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കാരനോട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ സംശയം തന്നെ ഈ കാര്യത്തിലുണ്ട്. ഒന്നാമത്, അയാൾക്ക് ഇവളേക്കാൾ നല്ല പ്രായമുണ്ട്. പിന്നെ വിചിത്രമായ രീതിയിലാണ് അയാൾ പെരുമാറുന്നത്. സാധാരണ ഒരു ഭർത്താവിനെ പോലെ ഒന്നുമല്ല അയാളുടെ പെരുമാറ്റം. അതിനെല്ലാം പുറമെ ഇവളുടെ ദേഹത്ത് ഒരുപാട് പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നെഞ്ചത്ത് കൈകൊണ്ട് ആരോ ബലമായിട്ട് ആന്തിയ പാടുകളാണ്. നഖക്ഷതങ്ങളൊക്കെ അവിടെ ഏറ്റിട്ടുണ്ട്. പിന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതുപോലുള്ള പാടുകളൊന്നും ശരീരത്ത് കാണാനില്ല. എന്നാൽ ഒരുപാട് വ്രണങ്ങൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അത് മനുഷ്യരിൽ നിന്ന് തന്നെ ഉണ്ടായ പലതരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ സംഭവിച്ചതായിരിക്കാം. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് കാരൻ മടങ്ങി അവളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. വീട്ടിലെത്തിച്ചേർന്ന് അധികം വൈകാതെ തന്നെ അവൾക്കൊരു ടെലിഫോൺ കോൾ ലഭ്യമാകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ആ കോൾ. അവളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. ടോണിയ മരിച്ചു പോയിരിക്കുന്നു, അവൾ മരണപ്പെട്ടു. കാരൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങി പോവുകയാണ്. അതിനുശേഷം അവളുടെ ശവമടക്ക് നടത്താനായിട്ട് അവളുടെ വീട്ടുകാരെ കോണ്ടാക്റ്റ് ചെയ്യണം. ക്ലാരൻസ് അല്ലാതെ ടോണിയയ്ക്ക് തീർച്ചയായിട്ടും സ്വന്തമായി അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അവർ ജീവനോടെ ഇല്ലെങ്കിൽ പോലും ടോണിയയ്ക്ക് ഒരുപക്ഷെ സഹോദരനോ സഹോദരിയോ ഒക്കെ ഉണ്ടാകേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ടോണിയുടെ പേര് അവൾ യെല്ലോ പേജസിലൂടെ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിച്ചു തന്നപ്പോൾ അവൾക്ക് ഒരു നമ്പർ കിട്ടി. ആ നമ്പറിലേക്ക് അവൾ ഡയൽ ചെയ്ത് വിളിക്കുകയും ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു സ്ത്രീയാണ്, പ്രായമേറിയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് വളരെ സാവധാനം മാത്രമാണ് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. നിങ്ങളുടെ മകൾ ടോണിയ, അവൾ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നു.
ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ കാരനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ആ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ടോണി എന്ന പേരുള്ള ഒരു മകളുണ്ട്. പക്ഷേ അവൾ മരിച്ചിട്ട് ഏതാണ്ട് 20 വർഷങ്ങൾ കഴിയുന്നു. ചെറിയ പ്രായത്തിലെ മരണമടഞ്ഞതാണ്. കാരന് അത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഒരു വർഷം മുൻപ്, അതായത് 1989 കാരനും ടോണിയും പരസ്പരം പരിചയപ്പെടുന്നത് സ്ട്രിപ്പർ ക്ലബിൽ വെച്ച്. ആ സ്ട്രിപ്പർ ക്ലബിൽ ഒരുപാട് സ്ട്രിപ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തമ്മിൽ അഗാധമായിട്ടുള്ള ഒരു സൗഹൃദമാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തന്നെയാണ്. മറ്റുള്ള സ്ട്രിപ്പേഴ്സിൽ നിന്നും വിഭിന്നമായിരുന്നു ഇവർ രണ്ടുപേരും. സാധാരണ സ്ട്രിപ്പേഴ്സ് അവരുടെ ഈ ജോലികൾക്കിടയിൽ മറ്റ് പഠനത്തിലേക്കൊന്നും പോകുന്നതല്ല. അവർക്ക് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പഠനത്തിൽ വലിയ താല്പര്യമുള്ള ആളുകളൊന്നും ആയിരിക്കുകയില്ല സ്ട്രിപ്പേഴ്സ്. പക്ഷേ ഇവർ രണ്ടുപേരും സ്ട്രിപ്പർ എന്ന ആ ജോലിയോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പഠിച്ച് മുന്നേറുക എന്നൊരു ലക്ഷ്യം രണ്ടുപേരിലും കോമൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നത്. മൈക്കിൾ എന്ന ഒരു കൊച്ചുകുട്ടി അപ്പോൾ തന്നെ അവൾക്കുണ്ട്. ആ കുട്ടി ജനിച്ചിട്ടപ്പോൾ അധികം മാസമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മൈക്കിളും ടോണിയും തമ്മിൽ അഗാധമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ടോണിക്ക് മൈക്കിളിനെ വലിയ കാര്യമായിരുന്നു. എപ്പോഴും മൈക്കിൾ ടോണിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാരൻസ് വിചിത്രമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം തോന്നുന്നത് സ്വാഭാവികം തന്നെയാണ്. മൈക്കിളിനും ഭയമായിരുന്നു, അതുപോലെ ടോണിയയ്ക്കും ക്ലാരൻസിനെ വലിയ രീതിയിലുള്ള ഭയമായിരുന്നു. മൈക്കിളിനെ ഒരിക്കൽ പോലും ക്ലാരൻസിൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ടില്ല. ക്ലാരൻസ് അടുത്ത് വരുമ്പോൾ മൈക്കിൾ അവിടെ നിന്നും ഓടി മാറുന്നത് കാരൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഈ അപകടം സംഭവിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് ടോണിയ ഭയത്തോടു കൂടി തന്നെ കാരനോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, എനിക്ക് വലിയ ഭയമാണ്. ആരാണ് നിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്? അത് എൻ്റെ ഭർത്താവായ ക്ലാരൻസ് ആണ്. അയാൾ എന്നെ എന്തും ചെയ്യാൻ മടിക്കുകയില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എന്നെ കൊന്ന് ആ പണം തട്ടിയെടുക്കാനായിരിക്കാം. ഈ കാര്യം കാരൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അത് ഒട്ടും വൈകാതെ തന്നെ പോലീസിൽ അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിളിൻ്റെ ചുമതല ക്ലാരൻസിന് കൊടുക്കുന്നില്ല. പക്ഷേ ക്ലാരൻസിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളൊന്നും പോലീസിൻ്റെ പക്കലില്ല. വളരെ നിസ്സാരമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. ക്ലാരൻസിൻ്റെ പേര് ക്രിമിനൽ റെക്കോർഡിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലാരൻസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും സാധ്യമാകുന്നതല്ല. പക്ഷേ മൈക്കിളിനെ ക്ലാരൻസിൻ്റെ ഒപ്പം പറഞ്ഞു വിടാൻ സാധിക്കുന്നതല്ല. ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ മൈക്കിളിനെ ഇല്ലായ്മ ചെയ്യാൻ പോലും അയാൾ മടിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മൈക്കിളിനെ ഒരു ഫോസ്റ്റർ ഹോമിലേക്കാണ് അയക്കുന്നത്. ഫോസ്റ്റർ ഹോം ശരിക്കും ഒരു അനാഥാലയമൊന്നുമല്ല, അതൊരു അഡോപ്ഷനുമല്ല. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല, പക്ഷേ അമേരിക്കയിൽ ഇത് ധാരാളമായിട്ടുണ്ട്. അതായത് ദത്തെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയും നിരന്തരം അവരെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ കുഞ്ഞിനെ സ്വീകരിക്കുന്ന ഫോസ്റ്റർ ഫാദറും ഫോസ്റ്റർ മദറും രണ്ടുപേരും ക്ലീൻ ആയിരിക്കണം. അവരുടെ ഭാഗത്തു നിന്നും ഒരു ക്രിമിനൽ പരമായിട്ടുള്ള ആക്ടിവിറ്റികൾ മുൻപ് ഉണ്ടായിരിക്കാൻ പാടില്ല. കൂടാതെ കുഞ്ഞുങ്ങളോട് വലിയ താല്പര്യമുള്ള ആളുകളുമായിരിക്കണം. അത്തരത്തിലുള്ള 2 പേരിലേക്കാണ് ഈ മൈക്കിളിനെ എത്തിക്കുന്നത്. മൈക്കിളിനെ പിന്നീട് നോക്കുന്നതൊക്കെ ഇവരാണ്. മറക്കാനാവാത്ത കുറേയധികം നിമിഷങ്ങളാണ് ഈ ഫോസ്റ്റർ ഫാദറിനും ഫോസ്റ്റർ മദറിനും ഉണ്ടാകുന്നത്. മൈക്കിൾ വളരെ വഴക്കാളിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവനൊരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ അത് സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ വഴക്കുണ്ടാക്കും. പക്ഷേ എല്ലാവർക്കും അവനെ വലിയ കാര്യമായിരുന്നു. കാരണം അവൻ വളരെ സ്മാർട്ടായിട്ടുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും തമാശകൾ പറയുന്ന, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു. ഈ സമയത്ത് ക്ലാരൻസ് വെറുതെ ഇരിക്കുന്നില്ല. അയാൾ കോടതിയെ സമീപിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഒപ്പമാണ് പറഞ്ഞു വിടേണ്ടത്, ഇങ്ങനൊരു ഫോസ്റ്റർ ഹോമിലേക്ക് അയക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യവും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. എൻ്റെ റെക്കോർഡിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റികളും കാണാൻ സാധിക്കുന്നതുമല്ല. ഇങ്ങനെ ഫോസ്റ്റർ ഹോമിൽ കുഞ്ഞിനെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ വാദിക്കുന്നുണ്ട്. പക്ഷേ കോടതി അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. എന്നാൽ തൻ്റെ മകനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ കോടതി മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം പോലീസുകാർ ഈ ഫോസ്റ്റർ ഹോമിൽ വന്നിട്ട് കുഞ്ഞിനെ കളക്ട് ചെയ്ത് ഈ ക്ലാരൻസ് ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. ആ ഒരു ദിവസം ക്ലാരൻസിന് കുഞ്ഞിനോടൊപ്പം തന്നെ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ
പിന്നീട് മടക്കി ഈ കുഞ്ഞിനെ ഇതേ വീട്ടിൽ തന്നെ എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ ആഴ്ചയും ഇപ്രകാരം പോലീസ് ആ വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് പോകാൻ കൂട്ടാക്കുന്നില്ല. കുഞ്ഞ് ആ സമയം ഓടി ഒരു പിയാനോയുടെ അടിയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാളുടെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്ന് കുഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനെ തുടർന്ന് പോലീസുകാർ അയാൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെയും കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ബലമായിട്ട് കുഞ്ഞിനെ അയാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ട്രോമ കുഞ്ഞിൽ സൃഷ്ടിക്കുമെന്ന് കോടതിയെ ധരിപ്പിക്കാൻ അവർക്ക് സാധ്യമാകുന്നുമുണ്ട്. അങ്ങനെ ക്ലാരൻസിന് കുഞ്ഞുമായിട്ട് ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. മൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള DHS ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആണ്. അവർക്ക് ക്ലാരൻസിൻ്റെ മേൽ വലിയ രീതിയിലുള്ള ഒരു സംശയം തന്നെ ഉണ്ടായി. മൈക്കിൾ ഇത്രയധികം ഭയക്കുന്നുണ്ടെങ്കിൽ ക്ലാരൻസ് ഒരുപക്ഷെ ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു DNA ടെസ്റ്റ് അവർ നടത്തുന്നത്. DNAയുടെ ഫലം വന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അയാളുടെ മകനല്ല മൈക്കിൾ എന്ന് ബോധ്യമായി. അതോടുകൂടി തന്നെ അയാൾക്ക് എല്ലാ നിയമ നടപടികളും ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം കുഞ്ഞിൻ്റെ അച്ഛനല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൈവശം വെക്കാനുള്ള ഒരു അധികാരവും അയാൾക്കില്ല. കോടതിയിൽ അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നീടുള്ള വർഷങ്ങൾ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. 1994 അപ്പോൾ കുഞ്ഞു മൈക്കിൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണ്. ഒരു എലമെൻ്ററി സ്കൂളിൽ പഠനം ആരംഭിച്ചു. ഫോസ്റ്റർ ഫാദറും ഫോസ്റ്റർ മദറും അഡോപ്റ്റഡ് ഫാദറും അഡോപ്റ്റഡ് മദറുമാകാനുള്ള ശ്രമങ്ങളിലാണ്. കാരണം അവർക്ക് മൈക്കിളിനെ അത്രയധികം ഇഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമല്ല, അവരുടെ മറ്റു മക്കൾക്കും മൈക്കിളിനോട് വലിയ കാര്യം തന്നെയാണ്. അതിനു വേണ്ട പേപ്പർ വർക്കുകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ സമയത്ത് ഫോസ്റ്റർ മദറിൻ്റെ, അതായത് ഇപ്പോൾ മൈക്കിളിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ ദൃഷ്ടിയിൽ ഒരു വാഹനം പതിയുന്നുണ്ട്. അവരുടെ വീടിൻ്റെ മുൻപിലൂടെ ഒരു ട്രക്ക് കടന്നു പോകുന്നുണ്ട്. വളരെ പതിഞ്ഞ വേഗതയിലാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡ്രൈവർ, ആ ഡ്രൈവർ ഇവരെ തുറച്ചു നോക്കുന്നുമുണ്ട്. ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു സംശയം തോന്നി. ഉടനെ തന്നെ DHSൻ്റെ ഓഫീസിലേക്ക് അവർ ഫോൺ ചെയ്യുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഈ ക്ലാരൻസിന് ഏതെങ്കിലും തരത്തിലുള്ള വാഹനമുണ്ടോ? ഉണ്ട്, അയാൾക്കൊരു ട്രക്കാണ്. ഇങ്ങനൊരു മറുപടിയാണ് കിട്ടിയത്. ആ ട്രക്കിൻ്റെ നിറം നീലയാണോ? അതെ, നീല നിറത്തിലുള്ള ഒരു പഴയ ട്രക്കാണ് അയാൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടെ അയാൾ വാഹനം ഓടിച്ചു പോകുന്നുണ്ട്. DHS അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവർ പറയുന്നു, മൈക്കിളിൻ്റെ അടുത്തേക്ക് പോകാനുള്ള അധികാരം അയാൾക്കില്ല. കോടതിയുടെ വിധി അനുസരിച്ച് മൈക്കിൾ ഉള്ള സ്ഥലത്ത് ഇയാൾക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അത്തരത്തിലുള്ളൊരു സംഭവം നടക്കുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നതാണ്. ഇത്രയും മാത്രമാണ് DHSൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ ആ എലമെൻ്ററി സ്കൂളിൽ ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. ഇതേ ക്ലാരൻസ് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് പ്രിൻസിപ്പളിൻ്റെ നേരെ ചൂണ്ടുന്നുമുണ്ട്. എൻ്റെ മകൻ മൈക്കിൾ, അവൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, അവനെ എനിക്ക് വിട്ട് കിട്ടണം. നിങ്ങൾ അവനെ എൻ്റെ വാഹനത്തിലാക്കി തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഗൺ പോയിൻറ്റിൽ പ്രിൻസിപ്പളിനെ നിർത്തിക്കൊണ്ട് ആ മൈക്കിളിൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ നിന്നും മൈക്കിളിനെ ബലമായിട്ട് അയാൾ തട്ടിയെടുക്കുന്നുണ്ട്. ശേഷം അയാൾ അയാളുടെ ട്രക്കിലേക്ക് പോവുകയാണ്. ഒപ്പം ഗൺ പോയിൻറ്റിൽ ആ പ്രിൻസിപ്പളുമുണ്ട്. പ്രിൻസിപ്പളിനെ ഡ്രൈവർ സീറ്റിലാണ് ഇരുത്തുന്നത്. എന്നിട്ട് അയാളോട് വാഹനം ഓടിക്കാൻ പറഞ്ഞു. വാഹനം ഓടി ഓടി ആളൊഴിഞ്ഞൊരു പ്രദേശമെത്തി. അവിടെ ചുറ്റുപാടും വനമാണ്. മറ്റ് വീടുകളോ വാഹനങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ഓരത്തായിട്ട് വാഹനം നിർത്തിക്കുകയാണ്. അതിനുശേഷം പ്രിൻസിപ്പളിനോട് ഇറങ്ങി നടക്കാൻ പറയുന്നുണ്ട്. അയാൾ നടന്ന് ആ വനത്തിൻ്റെ ഉള്ളിലെത്തി. വനത്തിൻ്റെ ഉള്ളിലെത്തിയതിന് ശേഷം പ്രിൻസിപ്പളിനെ ബലമായിട്ട് ഒരു മരത്തിൽ കെട്ടിയിടുന്നുണ്ട്. അയാളുടെ വായിൽ തുണികൾ കൊണ്ട് തിരികെ വെക്കുന്നുമുണ്ട്. പിന്നീട് ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസുകാർക്ക് പ്രിൻസിപ്പളിനെ കണ്ടെടുക്കാൻ സാധ്യമായത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ നഷ്ടമായിരിക്കുകയാണ്. കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കേസ് എത്തിച്ചേരുന്നത് ഒരു FBI ഏജൻറ്റിൻ്റെ അടുത്തേക്കാണ്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ മിസ്സാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേസ് ഇതേ FBI ഏജൻറ്റിൻ്റെ അടുത്തേക്കായിരിക്കും എത്തിച്ചേരുക. അയാളുടെ പേര് ജോയി ഫിറ്റ്സ് പാട്രിക് എന്നാണ്. ഒരു കിഡ്നാപ്പ് സ്പെഷ്യലിസ്റ്റാണ്. മുൻപ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ വീണ്ടെടുക്കാൻ ഇയാൾക്ക് സാധ്യമായിട്ടുണ്ട്. ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു 48 മണിക്കൂറിനുള്ളിൽ മൈക്കിളിനെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നീട് മൈക്കിളിൻ്റെ ശവം പോലും കണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. മിക്കവാറും ആ കുട്ടി മരണമടഞ്ഞിട്ടുണ്ടായിരിക്കും.
അതുമല്ലെങ്കിൽ റാൻസം കോളുകൾ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കോളുകളൊന്നും വരാനുള്ള സാധ്യത ഈ ഒരു കേസിലില്ല. കാരണം പണമല്ല ഇവിടെ ക്ലാരൻസിൻ്റെ ആവശ്യം. അയാളുടെ ആവശ്യം ആ കുട്ടിയെ തന്നെയായിരുന്നു. ജോയി സമയം ഒട്ടും തന്നെ പാഴാക്കുന്നില്ല. ആദ്യത്തെ ഉത്തരവ് തന്നെ അയാൾ ഇറക്കി. ആവശ്യമുള്ള ലുക്കൗട്ട് നോട്ടീസുകൾ ഇറക്കുക, അത് ആ ഒരു സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പതിക്കുക. ആ ചിത്രങ്ങൾ ക്ലാരൻസിൻ്റെ ചിത്രമുണ്ട്, അതിനു പുറമെ മൈക്കിളിൻ്റെയും ചിത്രമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. പിന്നീട് ജോയിയുടെ പക്കലുണ്ടായിരുന്ന ഒരു പിടിവള്ളി ആ ഇൻഷുറൻസ് പോളിസിയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ടോണിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ഇയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇൻഷുറൻസ് ഏജൻസിയിൽ എത്തിച്ചേർന്ന് ജോയി ആ പേപ്പറുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പേര് കൊടുത്തിരിക്കുന്നത് ക്ലാരൻസ് എന്നല്ല, മറിച്ച് മറ്റൊരു പേരാണ്, ഫ്രാങ്ക്ലിൻ ഫ്ലോയ്ഡ്. അത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ള ഒരു പേര് തന്നെയാണ്. എല്ലാവർക്കും ആ പേര് അറിയില്ലെങ്കിൽ പോലും അവരുടെ റെക്കോർഡുകൾ വ്യക്തമായിട്ട് ഈ പേര് പരാമർശിച്ചിട്ടുണ്ട്. കാരണം വളരെ മോശമായിട്ടുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്രതി തന്നെയാണ് ഈ ഫ്രാങ്ക്ലിൻ ഫ്ലോയ്ഡ്. അയാൾ പല സമയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അയാൾ സ്വീകരിച്ച മറ്റൊരു പേരായിരിക്കണം ക്ലാരൻസ്. ഇയാൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1962 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇയാൾ. പിന്നീട് തൊട്ടടുത്ത വർഷം 1963 ഇയാൾ ഒരു ബാങ്ക് റോബറിയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 10 വർഷക്കാലം ഇയാൾ പിന്നീട് ജയിലിലായിരുന്നു. 1972 ജയിലിൽ നിന്നും ഇയാൾ പരോളിൽ വെളിയിൽ ഇറങ്ങുന്നുണ്ട്. പരോളിൽ ഇറങ്ങി അധികം വൈകാതെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പേരിൽ ഇയാൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോഴും ഇയാൾക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ജാമ്യത്തിലൂടെ ഇയാൾ വെളിയിലിറങ്ങുന്നു. പിന്നീട് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം ഇയാൾ ഹാജരായിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ പിന്നീട് ആർക്കും കാണാൻ സാധ്യമായിട്ടില്ല. പിന്നീട് പോലീസിൻ്റെ ഒരു റെഡ് അലാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ 1990 മാത്രമാണ്. അതായത് ഏകദേശം ഒരു 17 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ കൂടി അറിഞ്ഞതോടുകൂടി ജോയിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ടായി. ക്ലാരൻസ് ഒരു സാധാരണക്കാരനാണ് എന്നാണ് ഇത്ര നാൾ കരുതി പോന്നിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് അയാൾ വലിയൊരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനു പുറമെ ഇയാൾ ഒരു ബാലപീഡകൻ കൂടിയാണ്. മുൻപ് ഒരു കൊച്ചു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മൈക്കിളിൻ്റെ ജീവൻ വളരെയധികം അപകടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഓർക്കാൻ പോലും ജോയിക്ക് സാധ്യമാകുന്നില്ല. അയാൾ കൂടുതൽ ആർജവത്തോടു കൂടി തന്നെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ മാധ്യമങ്ങൾ ഈ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. വാർത്തകളിലൊക്കെ ഇത് നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അങ്ങ് ദൂരെ ഒരു സിറ്റിയിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഒരു 10-45 വയസ്സോളം പ്രായം വരുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ടി വിയിൽ കാണിക്കുന്ന ഈ ഒരു പെൺകുട്ടിയുടെ, ടോണിയുടെ ചിത്രം വളരെയധികം പരിചയമുള്ള ഒരു ചിത്രമായിട്ട് തോന്നുന്നുണ്ട്. അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഉടനെ തന്നെ മറ്റൊരു മുറിയിലുള്ള അവരുടെ മകളെ അവർ വിളിച്ചു പറയുന്നുണ്ട്, ഷാരോൺ അല്ലേ ഈ ടി വിയിൽ കാണിക്കുന്നത്? അവൾ വളരെ ലാഘവത്തോടു കൂടി തന്നെ അപ്പുറത്തെ മുറിയിലുള്ള മകളായ ഷെറി പറയുന്നുണ്ട്, എന്താ അവളുടെ ഇൻ്റർവ്യൂ വല്ലതും ആണോ ടി വിയിൽ കാണിക്കുന്നത്? അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. ഷെറി പതിയെ അവിടെ നിന്നും ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോഴാണ് ടി വിയിൽ ആ ഞെട്ടിക്കുന്ന വാർത്ത അവൾ കാണുന്നത്. ടോണിയ മരിച്ചിരിക്കുന്നു. അതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനു പുറമെ അവൾക്കൊരു കുഞ്ഞുണ്ട്, മൈക്കിൾ. ആ മൈക്കിളിനെ കാണാതായിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ അവളുടെ ഭർത്താവാണെന്നാണ് പറയുന്നത്. ഒട്ടും വൈകാതെ തന്നെ അവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ടി വിയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി അത് ടോണിയല്ല, അവളുടെ യഥാർത്ഥ പേര് ഷാരോൺ മാർഷൽ എന്നാണ്. അവൾ എൻ്റെ ഏറ്റവും സുഹൃത്തായിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ആദ്യമായി കാണുന്നത് 1984 അതായത് 6 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് രണ്ടു പേർക്കും ഏതാണ്ട് 14 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഫോറസ്റ്റ് പാർക്ക് എന്ന അവരുടെ സ്കൂളിലെ അവരുടെ ക്ലാസ് മുറിയിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി അത് ഇതേ ഷാരോൺ മാർഷലായിരുന്നു. ഷാരോൺ മാർഷൽ ആ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആണുങ്ങളെല്ലാവരും അവളെ ഉറ്റുനോക്കുമായിരുന്നു. അത്രയധികം സൗന്ദര്യമുള്ള, അത്രയധികം സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇവൾ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എയ്റോസ്പേസ് എഞ്ചിനീയർ ആവുക എന്നതായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷാരോൺ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഷെറിയെ ഫോൺ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വാർത്ത ഷെറിയെ അറിയിക്കുന്നത്. എനിക്ക് ജോർജിയ ടെക്കിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, അതും ഫുൾ സ്കോളർഷിപ്പോടു കൂടി തന്നെ.
അവളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അമൂല്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. കാരണം അവളുടെ സ്വപ്നമാണ് എയ്റോസ്പേസ് എഞ്ചിനീയറായി മാറുക എന്നുള്ളത്. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഷാരോൺ മാർഷലിൻ്റെ അച്ഛൻ വാരൻ മാർഷൽ, അയാളുടെ സ്വഭാവം പലപ്പോഴും പലരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ട് ഷെറി വാരൻ മാർഷലിനെ നേരിട്ട് കാണുന്നത് അവളുടെ വീട്ടിൽ വെച്ചാണ്. ഒരിക്കൽ അവളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഷാരോണിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇയാൾ ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഷെറിയുടെ അച്ഛനോട് അയാൾ സംസാരിക്കുകയുണ്ടായി. അയാൾക്ക് കടമായിട്ട് വലിയൊരു തുക വേണമായിരുന്നു. ആദ്യമായിട്ടാണ് ഷെറിയുടെ അച്ഛൻ ഷാരോണിൻ്റെ അച്ഛനെ കാണുന്നത്. അവർ തമ്മിൽ ഒരു പരിചയവുമില്ല. ആദ്യമായിട്ട് കാണുന്ന ആ സന്ദർഭത്തിൽ തന്നെ വലിയൊരു പണം അത് കടമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഷാരോണിൻ്റെ അച്ഛൻ ഒരു വിചിത്ര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ ഷാരോൺ മാർഷൽ അങ്ങനൊന്നും ആയിരുന്നില്ല. ഷാരോണിനെ ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ചും ഷെറിക്ക് വലിയ താല്പര്യം തന്നെയായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ വളർന്നു വരികയാണ് പിന്നീടുണ്ടായത്. ഷാരോണിനും തൻ്റെ അച്ഛനെ വലിയ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെറിയോട് പ്രത്യേകമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നീ എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യരുത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം, അപ്പോൾ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. അച്ഛൻ ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ചില സമയങ്ങളിലൊക്കെ അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഭയത്തോടു കൂടി തന്നെ ഷെറി ഫോൺ വയ്ക്കാറുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കാരണം ആ അച്ഛൻ തന്നെയാണ്. അച്ഛൻ വീട്ടിലേക്ക് വന്നു ചേരുമ്പോഴാണ് ഇങ്ങനെ അവൾ ഭയത്തോടു കൂടി തന്നെ ആ ഫോൺ കോൾ കട്ട് ചെയ്യുന്നത്. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് ഷാരോണും ഷെറിയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ മികവാർന്നു വരികയാണ് ഉണ്ടായത്. ഒരു ദിവസം ഷെറി ഷാരോണിൻ്റെ വീട്ടിൽ തങ്ങാനായിട്ട് തീരുമാനിച്ചു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അമേരിക്കയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഒരു രാത്രി സുഹൃത്തുക്കളെല്ലാം ഒരു വീട്ടിൽ കൂടുക അത് സാധാരണഗതിയിലുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു സ്ലീപ്പ് ഓവറിന് വേണ്ടി അവൾ ഷാരോണിൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. രണ്ടുപേരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. രണ്ടുപേരും അന്ന് വൈകുന്നേരം വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഡ്രസ് ഇട്ടതിന് ശേഷം ഒന്നിച്ച് ഉറങ്ങാമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ മുറിയിലേക്ക് ഒരു തോക്കുമായിട്ട് ഷാരോണിൻ്റെ അച്ഛൻ കടന്നു വരുന്നത്. ഷെറി ശരിക്കും ഭയന്നുപോയി. അവൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പാതി നഗ്നയാണെന്ന് പോലും പറയാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ അടുത്തുണ്ടായിരുന്ന വസ്ത്രമെല്ലാം കോരി പിടിച്ചുകൊണ്ട് അവൾ ഭയത്തോടു കൂടി തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ പുറകിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. തോക്കുമായിട്ട് ഉള്ളിലേക്ക് വന്ന് അയാൾ ആദ്യം ഷൗട്ട് ചെയ്യുകയാണ് ഉണ്ടായത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണ്? പിന്നീട് ഷെറിയുടെ ആ ഭയമൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് ചിരിയാണ് വന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ വസ്ത്രം മാറിക്കോളൂ, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അയാൾ ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ഷെറി ആ മുറിയുടെ വാതിൽ നോക്കിയത്. ആ മുറിക്ക് വാതിലില്ല, ഒരു കർട്ടൻ മാത്രമാണുള്ളത്. ആ വീട്ടിലെ ഒരു മുറിക്കും വാതിലുണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഡോർ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു മുറിയിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. ഭയത്തോടു കൂടി തന്നെയാണ് അവൾ വസ്ത്രം മാറ്റിയത്. ഷാരോണും വസ്ത്രം മാറ്റുന്നുണ്ട്. അങ്ങനെ വസ്ത്രം മാറ്റി രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അയാൾ അതേ തോക്കുമായിട്ട് ആ മുറിയിലേക്ക് കടന്നു വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഷെറി അവിടെ പകച്ചു നിൽക്കുകയാണ്. ഷാരോണിൽ വലിയ രീതിയിലുള്ള ഒരു ഭാവമാറ്റമൊന്നുമില്ല. അവൾ സാധാരണഗതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ആദ്യം അച്ഛൻ അകത്തേക്ക് ഇത്തരത്തിൽ തോക്കുമായിട്ട് വന്ന് പിന്നീട് മടങ്ങിപ്പോയപ്പോൾ അവൾ ഷെറിയോട് പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛൻ്റെ ചെറിയ തമാശയൊക്കെയാണ്, അത് നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഷാരോൺ അവളോട് പറഞ്ഞത്. രണ്ടാമതായിട്ട് അച്ഛൻ വീണ്ടും വന്നപ്പോഴും ഷാരോണിന് ഭയമൊന്നുമില്ല. ഷെറി നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. അവൾ ഭയന്ന് വിറയ്ക്കുകയാണ്. തോക്ക് അവളുടെ നേരെയാണ് ചൂണ്ടിയത്. എന്നിട്ട് അവളോട് നിലത്ത് കിടക്കാനായിട്ട് അയാൾ ആജ്ഞാപിച്ചു. അവൾ ഭയത്തോടു കൂടി തന്നെ നിലത്ത് വന്ന് കിടക്കുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് ഒരു തലയണ അയാൾ എടുത്തിടുകയാണ്. അതിനുശേഷം ഒന്നും ഷെറി കാണുന്നില്ല. പക്ഷേ അവൾക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പീഡനം നടക്കുകയാണ്, ഒരു റേപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛൻ സ്വന്തം മകളെ സുഹൃത്തിൻ്റെ മുന്നിൽ വെച്ച് അവിടെ വെച്ച് പീഡിപ്പിക്കുകയാണ്. ശരിക്ക് എന്താണ് ചുറ്റുപാടും സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലൂടെ ഒരിക്കലും കടന്നു പോയിട്ടില്ല. അതിനുശേഷം അയാൾ ആ തോക്കുമായിട്ട് മുറി വിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് ആ ദിവസം ഷെറിയും ഷാരോണും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഷെറിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫിലെ ഒരു വലിയ ട്രോമയാണ്. അതിനുശേഷം ഇപ്പോഴും ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷെറിയിൽ അതേ ഭയം തന്നെ നിഴലിച്ച് നിൽപ്പുണ്ട്. ആ ഒരു സമയത്ത് അവൾ ഒന്നുമല്ല എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ അയാളുടെ തോക്കിൻ്റെ മുൻപിൽ ഒന്നുമല്ല,
അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു സന്ദർഭമായിരുന്നു അത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷെറിക്ക് ഷാരോണിൻ്റെ ഒരു ടെലിഫോൺ ലഭ്യമാകുന്നുണ്ട്. അവൾ ഞെട്ടലോടുകൂടി പറയുന്നത്, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ അവസാനിപ്പിക്കുകയാണ്, എനിക്കിനിയും കോളേജിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് അവൾ ഈ വാർത്ത പറയുന്നത്. എങ്ങനെ നീ പ്രഗ്നൻ്റായി എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്ന് ഷെറിക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്തിനാണ് നീ നിൻ്റെ കോളേജ് ലൈഫ് അവസാനിപ്പിക്കുന്നത്, നിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അച്ഛന് താല്പര്യമില്ല ഞാൻ കോളേജിൽ പോകുന്നതിനോട്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. എല്ലായ്പ്പോഴും ഞാൻ അച്ഛൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം, അതാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞിട്ട് ഷാരോണിൻ്റെ ഒരു ഫോൺ കോൾ കൂടി ഷെറിക്ക് വരുന്നുണ്ട്. ഷാരോൺ ആ കോളിൽ പറയുന്നത്, ഞങ്ങൾ അരിസോണയിലാണ്, അരിസോണയിൽ വെച്ചാണ് എൻ്റെ ഡെലിവറി നടക്കുക, ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്താൻ സാധിക്കുകയില്ല, കുഞ്ഞിനെ ഉപേക്ഷിക്കാനാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അരിസോണയിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അച്ഛനും അമ്മയും എത്തിച്ചേരുന്നുണ്ട്. അവർ അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ വെച്ച് കുഞ്ഞിനെ സ്വീകരിക്കുന്നതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരിക. ഇനി നമുക്ക് 1994 കേസന്വേഷണം നടക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരാം. പോലീസുകാരിൽ നിന്നും ഏജൻറ് ജോയ് അറിയുന്നുണ്ട് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച്, ഷെറിയെക്കുറിച്ച്, ഷാരോണിൻ്റെ അടുത്ത സുഹൃത്തിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അവരെ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ഷെറി നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏജൻറ്റിൻ്റെ മറുപടി അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. നിങ്ങളീ പറയുന്ന ഷാരോൺ, അവർ ടോണിയാണ്, അവർ മരണമടഞ്ഞു പോയി, പക്ഷേ അവർ വിവാഹിതയാണ്, അവരുടെ ഭർത്താവിൻ്റെ പേര് ക്ലാരൻസ് എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാരൻസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഷെറിയെ കാണിക്കുന്നുണ്ട്. ഷെറി അത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവളുടെ ഭർത്താവാകുന്നത്? ഇത് അവളുടെ അച്ഛനാണ്, ഇത് വാരൻ മാർഷലാണ്. അവൾക്ക് വിശ്വസിക്കാൻ പോലും സാധ്യമായില്ല. നിങ്ങളിത് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. 1989 രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും പേര് മാറ്റിയതിന് ശേഷമാണ് രണ്ടുപേരും വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അത് അവൾക്ക് സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വന്തം അച്ഛനെ തന്നെ വിവാഹം ചെയ്തിരിക്കുന്നു. അയാളാൽ തന്നെ ഒരുപക്ഷെ അവൾ മരിച്ചിട്ടുണ്ടായിരിക്കാം. അയാളുടെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഇപ്പോൾ കാണുവാനില്ല. 1989 അവർ പേര് മാറ്റുന്നത് ഒരു സെമിത്തേരിയിൽ വെച്ചാണ്. സെമിത്തേരിയിൽ കണ്ട ടോം സ്റ്റോൺ, അതായത് അവിടുത്തെ കല്ലറയിലെ പേരുകൾ അവരുടെ പേരുകളാക്കി മാറ്റുകയായിരുന്നു. അതനുസരിച്ച് വേണ്ട റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് വിവാഹം ചെയ്തത്. എന്തിനായിരിക്കാം അവർ അവരുടെ പേര് ഇപ്രകാരം മാറ്റിയത്? ഇപ്രകാരം പേര് മാറ്റിയത് കൊണ്ട് തന്നെയാണ് മുൻപ് കാരൻ ടോണിയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ടോണിയ മരിച്ചുപോയെന്ന് ആ അമ്മ പറഞ്ഞത്. കാരണം ടോണി എന്ന പേര് ആ അമ്മയുടെ മകളുടെ പേരാണ്. അതേ പേര് തന്നെ ഇവൾ കടമെടുക്കുകയായിരുന്നു. ഷെറി പിന്നെയും പല കാര്യങ്ങൾ ഓർത്തെടുത്ത് ജോയിയോട് പറയുന്നുണ്ട്. അവസാനമായിട്ട് ഷാരോൺ ഷെറിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഒരു ടെലിഫോണിലൂടെ തന്നെയാണ്. ആ ടെലിഫോൺ കോളിലൂടെ പറയുന്നത്, ഞങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നാണ്. ടെമ്പ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ടെമ്പയിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് അവൾ ഒരു സ്ട്രിപ്പറായിട്ട് മാറുന്നത്. അതും അവളുടെ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ. അച്ഛൻ നിർബന്ധപൂർവ്വം അവളെ ഒരു സ്ട്രിപ്പറാക്കി മാറ്റുകയായിരുന്നു. സ്ട്രിപ്പർ എന്ന് പറയുന്നത് ഒരു സ്ട്രിപ്പർ ക്ലബിലെ നർത്തകിയാണ്. പക്ഷേ അതൊരു സാധാരണ നർത്തകിയല്ല. നൃത്തത്തിനിടയിൽ അവരുടെ വസ്ത്രങ്ങൾ ഓരോന്നായിട്ട് ഊരി മാറ്റണം. അത്തരത്തിലുള്ള ഒരു നൃത്തമാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. അത് അമേരിക്കയിൽ നിയമവിരുദ്ധമൊന്നുമല്ല, നിയമപരമായിട്ട് തന്നെ നടത്തുന്ന ഒരു നൃത്തം തന്നെയാണ്. അങ്ങനെ അവൾ ഒരു സ്ട്രിപ്പറായിട്ട് മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ട്രിപ്പറോട് അവളുടെ അച്ഛൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധാരാളമായിട്ട് പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പാർട്ടികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പണം ലഭ്യമാകുന്നത്. അടുത്ത പാർട്ടിയിൽ എൻ്റെ മകളെ കൂടി നിങ്ങൾ കൂട്ടേണ്ടതാണ്. സ്ട്രിപ്പർ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ കാര്യം കേട്ടത്. സ്വന്തം അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ മകളെ കൂടി ഒരു പാർട്ടിയിൽ കൊണ്ടുപോകണമെന്ന്. പാർട്ടിയിൽ എന്തും സംഭവിക്കാം. പലരും അവളുടെ മേത്ത് കൈവച്ചു എന്ന് വരാം. പല നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളും അവിടെ വെച്ച് നടന്നു എന്നും വരാം. പക്ഷേ ആദ്യമായിട്ട് ഷാരോണ് നല്ലൊരു പാർട്ടിയിലാണ് പങ്കെടുക്കാൻ സാധ്യമാകുന്നത്. അവളെ നല്ലൊരു പാർട്ടിയിലേക്കാണ് ഈ സ്ട്രിപ്പർ കൊണ്ടുപോകുന്നത്. VIP-കൾ പങ്കെടുക്കുന്ന ഒരു വലിയ പാർട്ടി തന്നെയാണ്. അവിടെ ഡാൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ അവളെ സ്പർശിക്കാനായിട്ട് ആരും ശ്രമിക്കുന്നതല്ല. എല്ലാം വലിയ വലിയ ആളുകളാണ്. അങ്ങനെ ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിലെ ഒരു സംഘാടകൻ ഈ ഒരു സ്ട്രിപ്പറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
വളരെ ദേഷ്യപ്പെട്ടാണ് അയാൾ വരുന്നത്. നിങ്ങളുടെ ആ ഷാരോൺ എന്ന പേര് അറിയപ്പെടുന്ന സ്ട്രിപ്പർ, അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറക്കി വിടുക. അവർക്ക് എത്രയാണോ പണം വേണ്ടത് അത്രയും ഞങ്ങൾ തന്നുകൊള്ളാം. പക്ഷേ അവരെ ഒരു കാരണവശാലും ഇവിടെ നിർത്താൻ സാധിക്കുന്നതല്ല. എന്താണ് കാര്യമെന്ന് ആ സ്ട്രിപ്പറിന് മനസ്സിലാകുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, എന്താണ് സംഭവിച്ചത്, അവൾ എന്താണ് ചെയ്തത്? അത് നീ തന്നെ നേരിട്ട് പോയി ചോദിക്കുക. അവളിപ്പോൾ ആണുങ്ങളുടെ ബാത്റൂമിൻ്റെ മുൻപിലുണ്ട്. ഈ സ്ട്രിപ്പർ നേരിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ മുൻപിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇവർക്ക് കാണാൻ സാധ്യമാകുന്നത്. ഷാരോൺ ആണുങ്ങളുടെ കയ്യിൽ നിന്നും $50 വാങ്ങുന്നുണ്ട്. ഒരാളിൽ നിന്നും $50. $50 കൊടുത്താൽ അവളുമായിട്ട് സെക്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ ബാത്റൂമിൽ വെച്ച് തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അവളുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റുണ്ട്. ആ പാക്കറ്റ് നിറയെ കോണ്ടമാണ് ഉള്ളത്. സ്ട്രിപ്പർ നേരെ അവരോട് പോയി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഷാരോൺ പറയുന്നത്, എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ. അച്ഛൻ വാങ്ങിത്തന്ന കോണ്ടത്തിൻ്റെ വലിയ പാക്കറ്റ് തന്നെയാണ്. സ്ട്രിപ്പറിന് അത് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അവർ ചെയ്യുന്നത് ഒരു സ്ട്രിപ്പറിൻ്റെ ജോലിയാണ്. പക്ഷേ ഒരിക്കലും ആ സ്ട്രിപ്പറിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് അവളെ പ്രേരിപ്പിക്കത്തില്ല. ഇങ്ങനൊരു സ്ട്രിപ്പറിൻ്റെ ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പോലും താല്പര്യമില്ലാത്തവരാണ് അവരുടെ അച്ഛനും അമ്മയും. അങ്ങനെയുള്ള അച്ഛനും അമ്മയുമുള്ള ഈ ലോകത്ത് തന്നെ ഇങ്ങനെയും ഒരു അച്ഛനുണ്ടോ? കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അതേ സ്ട്രിപ്പർ ക്ലബ്ബിൽ വെച്ച് തന്നെ അവൾ പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. അവിടെ വെച്ചാണ് അവൾ മൈക്കിളിനെ പ്രസവിക്കുന്നത്. മൈക്കിളിനെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവൾക്ക് അവളെ സ്നേഹിക്കാൻ ഒരു മനുഷ്യജീവി കൂടി ഉണ്ടായിരിക്കുകയാണ്, കുഞ്ഞു മൈക്കിൾ. കുഞ്ഞു ജനിച്ചുവെങ്കിലും ഇവൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അവളുടെ അച്ഛൻ ജോലിക്കൊന്നും പോവുകയില്ല, ഇവൾ വേണം ജോലിക്ക് പോകാൻ. ഇവൾ പോകുന്നതെല്ലാം ആ സ്ട്രിപ്പർ ക്ലബ്ബിലേക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികളിലേക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ കുഞ്ഞു മൈക്കിളിനെ നോക്കാൻ ഒരാളുണ്ടായിരിക്കണം. അങ്ങനെയാണ് പുതിയൊരു സ്ത്രീ ഈ ഒരു കഥയിലേക്ക് എത്തിച്ചേരുന്നത്. അത് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് കുഞ്ഞിനെ നോക്കുന്നത്. ആ സ്ത്രീയിലൂടെ നമ്മൾ പുതിയൊരു കഥാപാത്രത്തെ കൂടി പരിചയപ്പെടുകയാണ്. ഷെറിൽ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ഷെറിലും ആദ്യം പറഞ്ഞ ഷാരോണിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷെറിയും തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം പറഞ്ഞിരുന്നത് ഷെറിയാണ്, ഇത് ഷെറിലാണ്. രണ്ടുപേരും ഷാരോണിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. ഷെറിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഏകദേശം ഒരു 17-18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഷാരോണേക്കാൾ 1-2 വയസ്സ് എളുപ്പമാണ് ഷെറിലിനുള്ളത്. ഷെറിലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ മോഡലാവുക, പ്ലേ ബോയ് മാഗസിനിൽ തൻ്റെ ചിത്രങ്ങൾ കൂടി പബ്ലിഷ് ചെയ്തു വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഷെറിലുമായിട്ട് ഷാരോണ് വലിയൊരു സ്നേഹബന്ധം ഉണ്ടാകുന്നുണ്ട്. അടിക്കടി ഇവർ ഷാരോണിനെ കാണാനായിട്ട് ഷാരോണിൻ്റെ വീട്ടിലെത്തിച്ചേരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെയും മൈക്കിളിനെ നോക്കാനായിട്ട് ആ സ്ത്രീയും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്, മൈക്കിളിൻ്റെ ആയ ഉണ്ടായിരിക്കുന്നതാണ്. മൈക്കിളിൻ്റെ ആയയിൽ നിന്നാണ് നമ്മൾ ഷെറിൽ എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ആയയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും വിവരിച്ച് നമ്മളെ അറിയിക്കുന്നതും. ഒരിക്കൽ ഷാരോണിൻ്റെ അച്ഛൻ ടി വിയിലൂടെ ഒരു സ്പോർട്സ് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാൻ എന്ന വണ്ണം തന്നെ അയാൾ ഒരു കാസറ്റ് എടുത്ത് ആ റെക്കോർഡറിലേക്ക് പ്ലേ ചെയ്യുന്നുമുണ്ട്. ഈ സമയത്തൊക്കെ തന്നെയും കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ആയയും അവിടെ ഉണ്ടായിരുന്നു. ആ ആയ അവിടെ ഉള്ള കാര്യം ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. ആ കാസറ്റിൽ റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ തെറ്റായിട്ടുള്ളൊരു കാസറ്റാണ് അയാൾ അവിടെ ഉപയോഗിക്കുന്നത്. ആ കാസറ്റ് അവിടെ പ്ലേ ചെയ്തപ്പോൾ ആ കാസറ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ദൃശ്യം ടി വിയിൽ പെട്ടെന്ന് തെളിഞ്ഞു വരികയുണ്ടായി. അതിലുണ്ടായിരുന്നത് ഷാരോണും ഷെറിലുമാണ്. രണ്ടുപേരും ഒരു ബീച്ചിൽ നിൽക്കുകയാണ്. രണ്ടുപേരും വിവസ്ത്രരാണ്. ശരിക്കും ഞെട്ടിപ്പോയി ആ ആയ. ഒരു അച്ഛനാണ് തൻ്റെ മകളുടെയും മകളുടെ സുഹൃത്തിൻ്റെയും നഗ്നമായിട്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ചിത്രീകരിക്കുകയും തൻ്റെ മുൻപിൽ വെച്ച് ഇത് പ്ലേ ചെയ്യുകയും ഉണ്ടായി. തൊട്ടടുത്തിരിക്കുന്ന ആയയെ അപ്പോൾ മാത്രമാണ് വാരൻ കാണുന്നത്. വാരൻ മാർഷൽ പെട്ടെന്ന് തന്നെ അത് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അവൾക്ക് പ്ലേ ബോയ് മാഗസിനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഫൂട്ടേജ് ഷൂട്ട് ചെയ്തതാണ്, ഇപ്പോൾ നീ ഇത് ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കാസറ്റ് അവിടെ നിന്നും മൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ശരിക്കും ആ ആയ ഇപ്പോൾ ഭയന്ന് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ല. പെട്ടെന്ന് തന്നെ അവർ വാച്ചിലേക്ക് നോക്കി, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രത്യേകമായിട്ട് ഇത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ ഒരു സാധാരണ അച്ഛനല്ല. ആ ഷെറിൽ, അവൾക്കൊരു മോഡലാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഈ ആയ കേൾക്കെ തന്നെ അവൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ മോഡലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറ്റിക്കുന്നതായിരിക്കാം.
അതിനുവേണ്ടി ആയിരിക്കാം അയാൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യം റെക്കോർഡ് ചെയ്തത്. പക്ഷേ ആ മകൾ എന്തിനായിരിക്കാം അത് സമ്മതിച്ചത്? എന്തിനായിരിക്കാം മകളോടൊപ്പം തന്നെ ഷെറിലും ഇതിൽ പങ്കെടുത്തത്? ഇതിൻ്റെ ഒന്നും ഉത്തരം നമുക്ക് അറിയുകയില്ല. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആയയുടെ സംഭാഷണങ്ങളിലൂടെയാണ്. പക്ഷേ അധിക നാളൊന്നും ആ പട്ടണത്തിൽ അവരുണ്ടായിരുന്നില്ല. അവിടെ നിന്നും അവർ യാത്ര പുറപ്പെടുകയാണ്, കാര്യമായിട്ടൊന്നും പറയാതെ തന്നെ. അവർ യാത്ര ചെയ്യുന്നതിന് തലേ ദിവസം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ വീട് പൊട്ടിത്തെറിക്കുകയുണ്ടായി. അവരുടെ അയൽവക്കത്ത് തന്നെ താമസിച്ചിരുന്ന ഈ ആയ തന്നെയാണ് ഇത് പറയുന്നത്. വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു. പലരും പറയുന്നത് അയാൾ തന്നെ മനഃപൂർവ്വം അത് പൊട്ടിത്തെറിപ്പിച്ചതാണെന്നാണ്. എന്തിനായിരിക്കാം അത്തരത്തിലുള്ള ഒരു സ്ഫോടനം അയാൾ സൃഷ്ടിച്ചത്? വ്യക്തമല്ല. പക്ഷേ അയാൾ അടുത്ത ദിവസം തന്നെ അയാളുടെ മകളും അയാളുടെ കൊച്ചുമകനുമായിട്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. വർഷവും തീയതിയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരവിടെ നിന്നും യാത്ര ചെയ്തു പോയത് മറ്റൊരു സ്ട്രിപ്പർ ക്ലബ്ബുള്ള ഒരു സ്ഥലത്തേക്കാണെന്നാണ്. അവിടെ വെച്ചാണ് ഷാരോൺ ആദ്യമായിട്ട് കാരനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ശരിയാണ്. പക്ഷേ എന്തിനാണ് ഇവരിവിടെ നിന്ന് യാത്ര പോയതെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഇനി നമുക്ക് അന്വേഷണം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാം. 1994 ഏജന്റ് ജോയിക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് ലഭ്യമാകുന്നുണ്ട്. ആരൻ മാർഷലിൻ്റെ ഒരു അയൽക്കാരനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അത് ഇപ്പോഴുള്ള അയൽക്കാരനൊന്നുമല്ല, കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് 70കളിൽ അയാളുടെ അയൽക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. അയാൾക്ക് ഒരു ഫോട്ടോ കാണിക്കാനുണ്ടായിരുന്നു, ഒരു ചിത്രം. അത് വാരൻ മാർഷലിൻ്റെ ചിത്രം തന്നെ ആയിരുന്നു. എന്നാൽ അത് അയാളുടെ മാത്രം ചിത്രമല്ല, അയാളുടെ മടിയിലായിട്ട് ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 5 വയസ്സൊക്കെ പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി. ജോയ് സൂക്ഷിച്ച് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് വലിയ വിഷമമാണ്. അയാളുടെ നെഞ്ച് തകരുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇത് ആ ഷാരോൺ ആയിരിക്കും. വർഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാരോൺ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ കുഞ്ഞിൻ്റെ മുഖത്ത് വലിയൊരു വിഷമമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സാധാരണ കുട്ടിയല്ല. ഒരു സാധാരണ കുട്ടിക്ക് ആ പ്രായത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇയാളുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയാളൊരു ബാലപീഡകനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സങ്കടത്തിന് പിന്നിൽ ഒരു വലിയ പീഡനം തന്നെ ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് മൈക്കിളിന് എന്തായിരിക്കും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മൈക്കിളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ലേ? ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ജോയ് വെറുതെ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തുകയുണ്ടായി. 1990 ഷാരോൺ മരണമടയുന്നത്. അപ്പോൾ അവൾക്ക് 20 വയസ്സാണ് പ്രായം. അങ്ങനെയാണെങ്കിൽ അവൾ ജനിച്ചിട്ടുണ്ടാകുന്നത് 1970 പക്ഷേ 1963 മുതൽ 72 വരെയുള്ള കാലയളവ്, ആ കാലയളവിൽ ഈ അച്ഛൻ, ഷാരോണിൻ്റെ അച്ഛൻ ജയിലിലാണ്. അയാൾ ജയിലിലാണെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് ഷാരോണിൻ്റെ ബയോളജിക്കൽ ഫാദർ ആകാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഷാരോണിൻ്റെ യഥാർത്ഥ പേര് ഷാരോൺ എന്നായിരിക്കുകയില്ല, അത് മറ്റെന്തോ ആയിരിക്കണം. ഇയാൾ ഒരിക്കലും അവളുടെ യഥാർത്ഥ അച്ഛനല്ല. അങ്ങനെയാണെങ്കിൽ ഈ മൈക്കിളിന് മുൻപ് മൈക്കിളിൻ്റെ അമ്മയായ ഷാരോണിനെ ഏതാണ്ട് ഇതേ പ്രായത്തിൽ തന്നെ അയാൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാരോണിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അവളുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണ് ശരിക്കും ഷാരോണിന് പോലും അറിയുകയില്ല. ഷാരോൺ മരിച്ചുപോയി. ആ മരിച്ചു പോകുന്നിടം വരെ ഷാരോൺ അറിയുകയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് ഷാരോൺ എന്ന്. ഷാരോൺ ഒരിക്കൽ ഷെറിയോട് പറയുകയുണ്ടായി, എൻ്റെ അമ്മ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി എന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു കെട്ടുകഥയായിരിക്കും. 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും പ്രായമായിട്ടുള്ള ആ കുട്ടിക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയായിരിക്കണം ആ കാർ ആക്സിഡൻറ്റ്. ഷാരോണിൻ്റെ അമ്മ, ഷാരോണിൻ്റെ യഥാർത്ഥ അച്ഛൻ, അവരൊക്കെ തന്നെയും ഒരുപക്ഷെ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. അവരൊക്കെ ആ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കാം. ഈ വാർത്ത അവർ കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞിനെ അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കുകയില്ല. കാരണം ഇപ്പോഴും ഈ കുഞ്ഞും ആ വ്യക്തിയും തമ്മിലുള്ള ചിത്രം അത് ടി വികളിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. വന്നു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പലരും തിരിച്ചറിയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മൈക്കിളിനെ കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി ജോയ് ഒരു പ്ലാൻ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇയാൾ എല്ലായ്പ്പോഴും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ട്രക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഏത് പേരിലായിരിക്കും ഇയാൾ ലൈസൻസ് എടുത്തിട്ടുണ്ടാവുക?
ഇയാളുടെ ഒരുപാട് പേരുകൾ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. അടുത്തുള്ള സ്റ്റേറ്റുകളിലെല്ലാം ആ പേരുകൾ അയച്ചു കൊടുക്കുകയുണ്ടായി. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അയാൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അയാളുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ തന്നെ ഇതേ പേരിൽ ഒരാൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അയാൾ അത് റിന്യൂ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് റിന്യൂ ചെയ്തിട്ടുള്ള ലൈസൻസ് അയാളിൽ എത്തിച്ചേർന്നിട്ടില്ല, അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്ന ആ അഡ്രസ്സിൽ അയാൾ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ രഹസ്യമായിട്ട് മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ തന്നെയാണ് ഈ ഓപ്പറേഷൻ അവർ നടപ്പിലാക്കുന്നത്. ലൈസൻസ് വിതരണം ചെയ്യാൻ വരുന്ന ഒരു കൊറിയർ സർവീസ് മാനായിട്ട് ഒരു പോലീസുകാരൻ, ഒരു ഡിറ്റക്ടർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അയാളുടെ പിന്നാലെ ആയിട്ട് ധാരാളം പോലീസുകാരും ഉണ്ടായിരുന്നു. ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ തന്നെ ആ വ്യക്തിയെ അവർ കീഴടക്കുന്നുണ്ട്. അയാളുടെ പേര് എന്തുമായിരിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അയാളെ മാർഷൽ എന്ന് വിളിക്കാവുന്നതാണ്. മാർഷലിനെ അവിടെ വെച്ച് പോലീസ് ബലമായിട്ട് കീഴ്പ്പെടുത്തുന്നു. വാർത്ത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തകളോടൊപ്പം തന്നെ ആ കുഞ്ഞ് ഷാരോണിനെയും പിടിച്ചു നിൽക്കുന്ന മാർഷലിൻ്റെ പഴയ ചിത്രവും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം തന്നെ പ്രചരിപ്പിച്ചതാണ്. ഷാരോണിനെ ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ ഷാരോൺ ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാരൻ മാർഷലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ആ കുട്ടിയെ കണ്ടെടുക്കാൻ സാധ്യമായില്ല. ആ കുട്ടി വീട്ടിലെങ്ങുമില്ല. അടുത്തുള്ള അയൽക്കാരോടൊക്കെ ചോദിച്ചു, പക്ഷേ ഇയാൾ ഒറ്റയ്ക്ക് മാത്രമാണ് അവിടെ കഴിയുന്നതെന്നാണ് അവരിൽ നിന്നും അറിയാൻ സാധിച്ചത്. ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ബസ് ടിക്കറ്റുകളും ട്രെയിൻ ടിക്കറ്റുകളും ഒക്കെ അവർക്ക് ലഭിച്ചു. പക്ഷേ അതെല്ലാം ഒരൊറ്റ വ്യക്തി യാത്ര ചെയ്ത തെളിവുകളാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് മൈക്കിൾ? അയാളോട് ചോദിക്കുമ്പോഴൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. മൈക്കിളിനെ അയാളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ പക്കലില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പിന്നീട് ഈ കേസ് കോടതിയിൽ എത്തിച്ചേരുന്നുണ്ട്. കോടതിയിൽ അയാൾ ജഡ്ജിനോട് പറയുന്നത് എനിക്ക് തന്നെ ഈ കേസ് വാദിക്കണമെന്നാണ്. അയാൾ നന്നായി തന്നെ വാദിക്കുന്നുമുണ്ട്. ഒരുപാട് വർഷങ്ങൾ ആ വാദം നീണ്ടു പോവുകയാണ്. 20 വർഷങ്ങളാണ് ആ കേസിൽ വാദം തുടർന്നു പോയത്. ജോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ടായിരുന്നു, ഇയാളെ കോടതി വെറുതെ വിടുമോ എന്ന്. കാരണം സർക്കംസ്റ്റൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രമാണുള്ളത്, നേരിട്ടുള്ള ഒരു തെളിവുമില്ല. മൈക്കിളിൻ്റെ ബോഡി ലഭ്യമായിട്ടില്ല, പ്രിൻസിപ്പാളിൻ്റെ മൊഴി മാത്രമാണ് ഉള്ളത്. ഷാരോണിനെ കൊന്നതായിട്ടും തെളിയിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള തെളിവുകളുമില്ല. നിയമപരമായിട്ട് തന്നെയാണ് അയാൾ വിവാഹം ചെയ്തിരിക്കുന്നതും. അതുകൊണ്ടും അപ്രകാരമുള്ള ശിക്ഷകൾക്കൊന്നും സാധ്യതയില്ല. എന്നാലും 20 വർഷം നീണ്ടുനിന്ന ആ ഒരു വിചാരണയ്ക്കൊടുവിൽ അയാളെ 52 വർഷത്തേക്ക് ശിക്ഷിക്കുകയുണ്ടായി. ഇവിടെ കൊലപാതകം ഒരു കുറ്റമായിട്ട് മാറുന്നില്ല. പക്ഷേ ഒരു കുട്ടിയെ ഇപ്രകാരം ബലമായിട്ട് സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നത് അത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും തെളിയിക്കാൻ സാധ്യമായി. 52 വർഷത്തേക്ക് ഒരു പരോളുമില്ലാതെ അയാൾ ജയിലിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ജോയ് അയാളുടെ അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. അയാൾ ഒരുപാട് അന്വേഷണങ്ങൾ ആ വീട്ടിലും അതുപോലെ തന്നെ വാരൻ്റെ വാഹനത്തിലുമൊക്കെ നടത്തുന്നുണ്ട്. വാഹനത്തിൽ നിന്നും അയാൾക്ക് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ഇപ്പോൾ മാത്രം ലഭ്യമാകുന്നുമുണ്ട്. അതൊരു പെട്ടിയാണ്. ആ വാഹനത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരുന്ന ഒരു പെട്ടി. ആ പെട്ടി എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എല്ലാം കുട്ടികളുടെ ചിത്രങ്ങളാണ്, കുട്ടികൾ നഗ്നരായിട്ടുള്ള ചിത്രങ്ങളാണ്. അതിൽ ഷാരോണിൻ്റെ തന്നെ പല പ്രായത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾക്കിടയിൽ ഒരു സ്ത്രീയുടെ ചിത്രം അയാൾക്ക് കാണാൻ സാധിച്ചു. അത് ഷാരോണിൻ്റെ ചിത്രമല്ല, പക്ഷേ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. ചോര ഒലിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രം. അർദ്ധനഗ്നയാണ്, ശരീരത്ത് കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഏതാണ്ട് അബോധാവസ്ഥയിലാണ്. അതായത് മരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരാൾ മരിച്ചതായിട്ട് ഒരു രീതിയിലുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡും പോലീസിൻ്റെ പക്കലില്ല. പക്ഷേ തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് ശവശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡെഡ് ബോഡിയിൽ നിന്നും അവർക്ക് വളരെ വിലപ്പെട്ട ഒരു തെളിവ് ലഭ്യമാവുകയുണ്ടായി. ഈ ഫോട്ടോയിൽ കാണുന്ന ആ യുവതി ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗം ഈ അടുത്തിടയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു അസ്ഥി പഞ്ജരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അഴുകിപ്പോയിട്ടുള്ള ഒരു ശവശരീരമാണ്. ആ ശവശരീരത്തിൻ്റെ അല്പഭാഗമായിട്ട് ഈ വസ്ത്രവുമുണ്ട്. ഒടുവിൽ DNA ടെസ്റ്റുകളൊക്കെ നടത്തിക്കഴിഞ്ഞപ്പോൾ ആരാണ് ആ പെൺകുട്ടി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷെറിൽ എന്ന ഷാരോണിൻ്റെ സുഹൃത്താണ്. ഷെറിലിൻ്റെ ബോഡിയാണ്. ഷെറിലിനെ അയാൾ കൊന്നിട്ടുണ്ട്. ഏതാണ്ട് പകുതിയോളം കത്തി അമർന്ന രീതിയിലാണ്
ആ ശവശരീരം അല്ലെങ്കിൽ ആ അസ്ഥിപഞ്ജരം അവർക്ക് ലഭ്യമായത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂട്ടി വായിക്കാൻ സാധിക്കും, മുൻപ് പറഞ്ഞ മൈക്കിളിൻ്റെ ആയയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അവർ പോകുന്നതിന് തലേ ദിവസം അവരുടെ കെട്ടിടം അത് പൊട്ടിത്തെറിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടിത്തെറിപ്പിച്ചത് അയാൾ തന്നെ ആയിരിക്കും, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതിനു പുറമെ ആ ഡെഡ് ബോഡി അത് കത്തിച്ച് കളയാൻ കൂടി വേണ്ടിയായിരിക്കും. അങ്ങനെ കത്തിച്ച് കളയുന്നതിനിടയിലായിരിക്കാം ഒരു പക്ഷേ ഒരു വലിയ സ്ഫോടനത്തോടെ അത് മുഴുവൻ കത്തി ഇല്ലാതെ ആയത്. ശരീരത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ പിന്നീട് അയാൾ മറ്റെവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തിരിക്കണം. പിന്നീട് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം, എന്തിനു വേണ്ടിയാണ് ഇയാളും ഷാരോണും പേര് മാറ്റിയത്, പിന്നീട് ഇവർ വിവാഹം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി നമുക്ക് അനുമാനിക്കാം. കാരണം ഇങ്ങനൊരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഷെറിൽ ആ വ്യക്തിയുടെ തിരോധാനം പോലീസുകാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒളിച്ചോടിപ്പോയ 3 പേരിലേക്കായിരിക്കും അന്വേഷണം വ്യാപിക്കുക. ഒരച്ഛൻ, അയാളുടെ മകൾ, ആ മകളുടെ മകൻ, അങ്ങനെ 3 പേര്. പക്ഷേ ഇവർ മറ്റൊരു സ്ഥലത്ത് പോയി പേര് മാറ്റി പരസ്പരം വിവാഹം കഴിച്ചാലോ? പിന്നീട് ഇവർ അച്ഛനും മകളും കൊച്ചുമകനുമല്ല, ഭാര്യയും ഭർത്താവും മകനുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അന്വേഷണം ഇവരിലേക്ക് എത്തിച്ചേരത്തില്ല. ക്രൂരനാണ്, അതുപോലെ തന്നെ അതിബുദ്ധിശാലിയുമാണ് ഈ വാരൻ. ജോയിക്ക് വലിയ നിരാശ തന്നെയായിരുന്നു. 52 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് മാത്രമല്ല അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ. അയാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനുള്ള ഒരു വലിയ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിചാരണകളാണ് പിന്നീട് നടന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇയാളെ കൊല്ലാനുള്ള വിധിയാണ് വന്നത്. അങ്ങനെ അയാളുടെ മരണശിക്ഷയും കാത്ത് ജയിലിൽ അയാളുടെ വാസം ആരംഭിക്കുകയാണ്. പോലീസ് ഡിറ്റക്റ്റീവിന് ഒട്ടും മനഃശാന്തി ലഭ്യമായിട്ടില്ല. ഇപ്പോഴും അയാളുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന 2 രൂപങ്ങളുണ്ട്. ഒന്ന് ഷാരോൺ. ശരിക്കും ആരാണ് ഷാരോൺ? ഷാരോണിന് എന്താണ് സംഭവിച്ചത്? മൈക്കിൾ എവിടെയാണ്? മൈക്കിളിന് എന്താണ് സംഭവിച്ചത്? അവൻ ഇപ്പോഴും ഭൂമിയിലുണ്ടോ? ഇതിൻ്റെ ഉത്തരം എന്തായാലും കണ്ടെത്തണം. ഷാരോൺ മരണമടഞ്ഞു, അവളെ ഇനിയും കണ്ടെത്താൻ സാധിക്കുന്നതല്ല. പക്ഷേ മൈക്കിൾ ഒരു പക്ഷേ ഇപ്പോഴും ഭൂമിയിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ മൈക്കിളിൻ്റെ ഒരു ഫോട്ടോ അയാളുടെ ടേബിളിൽ ഒട്ടിച്ചു വെക്കുകയുണ്ടായി ഓഫീസ് മുറിയിൽ. എല്ലാ ദിവസവും അയാൾ ആ ചിത്രം നോക്കിക്കൊണ്ടാണ് അയാളുടെ ജോലി ആരംഭിക്കുന്നത്. ഓരോ തവണയും ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുകയാണ്. പാവപ്പെട്ട മൈക്കിൾ, അവൻ എന്ത് സംഭവിച്ചു? അവൻ ഇപ്പോൾ എങ്ങനെയായിരിക്കും? അവൻ ഇപ്പോഴും ഉണ്ടോ? അതിൻ്റെ ഉത്തരം എന്തായാലും കണ്ടെത്തുക തന്നെ വേണം. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആ പോലീസുകാരൻ്റെ റിട്ടയർമെൻറ്റ് ദിവസവും വന്നെത്തി. അന്ന് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ ആ ഫോട്ടോ അവിടെ നിന്നും കീറി മാറ്റിയത്. അയാൾക്ക് അത് കണ്ടെത്താൻ സാധ്യമായില്ല. ശാന്തമായിട്ട് ഒരു റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കാൻ അയാളെക്കൊണ്ട് സാധിക്കുന്നതല്ല. അയാളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ അവരുടെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അതും ലഭ്യമായിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വർഷം മുന്നിലേക്ക് യാത്ര ചെയ്യാം. 2002 വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഡോ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളും അവരുടെ ഡീറ്റെയിലുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഒരു വ്യക്തി വാരൻ മാർഷലിൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞ് ഷാറൂണിൻ്റെയും ആ പഴയ ചിത്രം ഡോ നെറ്റ്വർക്കിലൂടെ കാണുന്നുണ്ട്. അച്ഛനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കുഞ്ഞിനെ വളർത്തുന്നു. ആ വളർത്തുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. ഒടുവിൽ ആ കുഞ്ഞിനെ തന്നെ വിവാഹം ചെയ്യുന്നു. ആ കുഞ്ഞിൽ തന്നെ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ക്രൂരനായ ഒരു വ്യക്തി. ആ ഷാരോൺ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയുകയില്ല. നിങ്ങൾക്കറിയാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ളൊരു വിവരണമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ വ്യക്തി ആ വിവരണം കാണുന്നുണ്ട്. ആ വ്യക്തിയല്ല നമ്മുടെ കഥയിലെ ഇനിയുള്ള ഒരു നായകനായിട്ട് മാറുന്നത്. ആ വ്യക്തിയുടെ സുഹൃത്താണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ചിത്രം ഈ വ്യക്തി എത്തിക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ പേര് മാറ്റ് ബിർബെക്ക് എന്നാണ്. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമല്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കും തോറും അയാൾക്ക് വലിയൊരു വേദനയാണ് അനുഭവിക്കാൻ സാധിച്ചത്. എങ്ങനെയെങ്കിലും കണ്ടെത്തണം ആരാണ് ഈ കുട്ടിയെന്ന്. ഇത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രൂരനെ തന്നെ നേരിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ജയിലറയിൽ ഇപ്പോഴും അയാളുണ്ട്, മരണത്തിന് കാത്തിരിക്കുകയാണ്. വാരൻ മാർഷലിനെ കാണാനുള്ള ഉത്തരവ് ഇയാൾ നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെ വാരൻ മാർഷലുമായിട്ട് ജയിലറയിൽ വെച്ച് തന്നെ ഇയാളൊരു ഇൻ്റർവ്യൂ നടത്തുകയാണ്.
അവിടെ വെച്ച് വാരൻ മാർഷൽ ഒരുപാട് വാചാലനാകുന്നുണ്ട്. അയാൾ വിചാരിക്കുന്നത് അയാളെ രക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അയാളുടെ ഒരു വക്കീലാണ് ഈ വ്യക്തി എന്നാണ്. പക്ഷേ ഇയാൾ തിരുത്തി പറയുന്നുണ്ട്, അല്ല, ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഒരു വേർഷൻ എനിക്ക് അറിയണം. അപ്പോൾ വാരൻ മാർഷൽ പറയുന്നത്, ശരിക്കും ഞാനല്ല പ്രതി, ഞാനാണ് പ്രതിയെന്ന് തെളിയിക്കുന്ന നേരിട്ടുള്ള ഒരു എവിഡൻസും ലഭ്യമായിട്ടില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് എന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. ചില ചിത്രങ്ങൾ കണ്ടു എന്ന് കരുതി ആ പ്രതി ഞാനാകണമെന്നുണ്ടോ? നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതണം, അതിലൂടെ എന്നെ വിടുതൽ ചെയ്യാനുള്ള ഒരു ഉത്തരവ് നിങ്ങൾ നേടിയെടുക്കണം, എന്നെ രക്ഷിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതകഥ തന്നെ പറയുകയായിരുന്നു. വളരെ മോശമായിട്ടുള്ളൊരു ബാല്യത്തിലൂടെ തന്നെയാണ് അയാൾ കടന്നു പോയത്. അയാളുടെ അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണമടയുകയുണ്ടായി. പിന്നീട് ഒരു ഓർഫനേജിലാണ് ഇയാളും ഇയാളുടെ അനിയനും അനിയത്തിയും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഓർഫനേജിൽ വളരെ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വളരെ മോശമായിട്ടാണ് ഇയാളോട് പെരുമാറിയിരുന്നത്. ചില സമയങ്ങളിലൊക്കെ ബലമായിട്ട് ഇയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ടോയ്ലറ്റിലേക്ക് മുഖം കുത്തി ഇറക്കുമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ കെട്ടിയിട്ട് കാൽപാദങ്ങളിൽ വലിയ വടി കൊണ്ട് അടിക്കുമായിരുന്നു. അങ്ങനെ കാലുകളിലൊക്കെ വലിയ നീര് വന്ന് നടന്നു പോകാൻ പോലും പ്രയാസമായിട്ടുള്ള ഒരു കാലഘട്ടം ഇയാളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ ഇയാൾ പറയുകയുണ്ടായി. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ മാറ്റിൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് മുൻപിൽ അയാൾ പകച്ചു പോവുകയാണ്. അതിന് മറുപടി കൊടുക്കുന്നില്ല. ആരാണ് ഷാരോൺ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഷാരോണെ കിട്ടിയത്? മൈക്കിളിന് എന്ത് സംഭവിച്ചു? മൈക്കിളിനെ നിങ്ങൾ എന്താണ് ചെയ്തത്? എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്ന പേരിൽ പിന്നീട് മാറ്റിൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അത് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്, വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ആ പുസ്തകം വായിക്കുകയും സോഷ്യൽ മീഡിയകളിൽ മറ്റും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെയിലുകളാണ് ഈ കാലഘട്ടത്തിൽ മാറ്റിന് ലഭ്യമാകുന്നത്. ഷാരോൺ ഇന്ന വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വർഷത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ഷാരോൺ ആയിരിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് മെയിലുകൾ ലഭ്യമായി. അതൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും നിരാശയായിരുന്നു ഫലം. പക്ഷേ അപ്പോഴാണ് അയാൾക്ക് മറ്റൊരു മെയിൽ ലഭ്യമാകുന്നത്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മെയില്. ഷാരോൺ ആരായിരുന്നു എന്ന് എനിക്കറിയുകയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഒരു പക്ഷേ ഷാരോണിൻ്റെ DNA-യും എൻ്റെ DNA-യും തുല്യമായിരിക്കും. ഷാരോണിൻ്റെ DNA-യുടെ പകുതി DNA എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, കാരണം ഞാൻ ഷാരോണിൻ്റെ മകളാണ്. ഈ കാലഘട്ടത്തിൽ അമേരിക്ക എന്ന രാജ്യം മൊത്തത്തിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ആ പെൺകുട്ടിയെ. ആരായിരുന്നു ആ പെൺകുട്ടി എന്ന് എല്ലാവർക്കും അറിയണം. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ജീവിച്ചിരിക്കുന്ന മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. മെഗൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആരാണ് മെഗൻ? ആരാണ് മെഗൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഫില്ല് ചെയ്യാതെ പോയ ഒരു കഥയുടെ ബാക്കി കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അരിസോണയിലേക്ക് അവൾ പോയതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ആരെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ആ അരിസോണ തന്നെയാണ് ഇവിടുത്തെ വേദി. അരിസോണയിലെ അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ വെച്ച് വാരൻ മാർഷൽ അറ്റോർണി ജനറലിനോട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ട് ഈ ഒരു കുട്ടിയെ കൂടി ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആരെയെങ്കിലും കണ്ടെത്തണം. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായിട്ട് അതേസമയം അതേ മുറിയിൽ തന്നെ 2 പേരുണ്ടായിരുന്നു, ഒരു അച്ഛനും ഒരു അമ്മയും. അവർ സമ്മതിച്ചു, ഞങ്ങൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാം, ഞങ്ങൾക്ക് തരിക. അങ്ങനെ ഒരു കരാർ തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ആ കരാർ അനുസരിച്ച് കുഞ്ഞ് ജനിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞിനെ ഇവർക്ക് കൈമാറേണ്ടതാണ്. അധികം വൈകാതെ തന്നെ കുഞ്ഞിൻ്റെ ജനന തീയതി എത്തിച്ചേർന്നു. അന്ന് ഡെലിവറി നടക്കുകയുമുണ്ടായി. മുറിയിൽ ഇപ്പോൾ ഷാരോൺ മാത്രമാണുള്ളത്. ഷാരോണിൻ്റെ അരികിലായിട്ട് ആ കൊച്ചു കുഞ്ഞുമുണ്ട്. ഷാരോൺ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, അവിടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മുറിയിലേക്ക് മെഗൻ്റെ വളർത്തമ്മ എത്തിച്ചേരുന്നുണ്ട്. വളർത്തമ്മ ഷാരോണിനോട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണണ്ടേ, എന്താണ് കുഞ്ഞിനെ നോക്കാത്തത്? എനിക്ക് അവളെ കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് പിരിയാൻ പ്രയാസമായിരിക്കും, എനിക്കിവളെ ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, ഞാൻ ഒപ്പം കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഇവൾക്ക് ഏറ്റവും നല്ലത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോവുക. ഇത് പറയുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നെയും കൂടി കൊണ്ടുപോകുമോ, എന്നെയും ഒന്ന് രക്ഷിക്കുമോ. അങ്ങനൊരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ അത് സാധ്യമാക്കി കൊടുക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നു. ആ വളർത്തമ്മ തന്നെയാണ് പിന്നീട് പറഞ്ഞത്,
അത് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നു. അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, വാരനും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വാരൻ ആ മുറിയിലേക്ക് വരുന്നത്. ആ മുറിയിൽ വാരൻ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കും ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ആ വളർത്തമ്മയും ആ വളർത്തച്ഛനും ഷാരോണിലുണ്ടായ മെഗൻ എന്ന ആ കൊച്ചു പെൺകുട്ടിയുമായിട്ട്, ആ കൊച്ചു കുഞ്ഞുമായിട്ട് അവിടെ നിന്നും പോവുകയാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത്. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയ രീതിയിൽ പ്രചാരം കിട്ടിയിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ കഥ ഒടുവിൽ ഇവരിലും എത്തിച്ചേരുകയുണ്ടായി. മെഗൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഒരുപക്ഷെ ഇത് നിൻ്റെ അമ്മ തന്നെ ആയിരിക്കാം, ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയത്. മെഗൻ്റെ DNA പരിശോധന പിന്നീട് നടത്തുന്നുണ്ട്. അതിലൂടെ വ്യക്തമായി ഷാരോണിൻ്റെ മകൾ തന്നെയാണ് മെഗൻ. ഷാരോൺ ശരിക്കും 3 തവണയാണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അന്നുണ്ടായ കുഞ്ഞിനെ ആരോ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. രണ്ടാമത്തെ കുഞ്ഞാണ് മൈക്കിൾ. മൈക്കിളിന് ശേഷം ജനിച്ച മൂന്നാമത്തെ കുഞ്ഞാണ് മെഗൻ. നാഷണൽ സെൻറ്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ NCMEC അവിടുത്തെ ഒരു ജീവനക്കാരി ജോയിയെ വിളിക്കുന്നുണ്ട്. ജോയി ഇപ്പോൾ ഏജൻ്റ് അല്ല, അയാൾ റിട്ടയർ ആയിരിക്കുന്നു. പക്ഷേ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഏജൻസിക്ക് പറയാനുണ്ടായിരുന്നത്. പുനരന്വേഷണം സാധ്യമാണ്. ഇത്രയധികം വിപ്ലവകരമായിട്ടുള്ള ആ പുസ്തകം ഇറങ്ങിയ ഈ സാഹചര്യത്തിൽ ചില ഏജൻസികളൊക്കെ തീരുമാനിച്ചു, വീണ്ടും അന്വേഷിക്കണം, ആരാണ് ഷാരോൺ എന്ന് കണ്ടെത്തണം. ജോയിക്ക് വലിയ സന്തോഷം തന്നെയാണ് ഉണ്ടായത്. അയാൾക്ക് നേരിട്ട് ഈ അന്വേഷണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല, കാരണം അയാൾ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അയാളുടെ സഹായമില്ലാതെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല, കാരണം ഇയാളാണ് ആ കേസിൻ്റെ അന്വേഷണം നടപ്പിലാക്കിയത്. പുതിയതായിട്ട് 2 സ്പെഷ്യൽ ഏജൻസിനെ FBI ഈ കേസിന് വേണ്ടി നിയമിക്കുന്നുണ്ട്. അവർ ജോയിയുടെ സഹായത്താൽ തന്നെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർ 2 പേരും നേരിട്ട് വീണ്ടും വാരനെ കാണുന്നുണ്ട്. അയാളുള്ള അതേ ജയിലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ചോദ്യം ചെയ്യൽ മുമ്പ് മാറ്റ് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പോലെ ആയിരുന്നില്ല. ഇവർ 2 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 FBI ഏജൻസ് ആണ്. ഇവർ വളരെ റൂഡായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരമൊന്നും പറയാൻ വാരൻ കൂട്ടാക്കുന്നില്ല. എങ്കിൽ പോലും ഇവരുടെ കർശനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇയാൾ പകച്ചു പോകുന്നുണ്ട്. അങ്ങനെ നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരു കാര്യം തുറന്നു പറയേണ്ടി വന്നു, മൈക്കിളിനെ ഞാൻ കൊല്ലുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മരിക്കാനായിട്ട് അവൻ്റെ തലയ്ക്ക് നേരെ 2 തവണയാണ് ഞാൻ നിറയൊഴിച്ചത്. അവനെ എവിടെയാണ് മറവ് ചെയ്തതെന്നും അയാൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. പിന്നീടുള്ള 4 ദിവസങ്ങൾ ആ കുഞ്ഞിൻ്റെ ശവശരീരം അന്വേഷിച്ചിട്ടുള്ള തെരച്ചിലായിരുന്നു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ശവശരീരം അവിടെ നിന്നും ലഭ്യമായിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ലഭ്യമാകാതെ പോയത്? ഇനി അയാൾ മാർഷലിനെ കൊന്നില്ലേ? പക്ഷേ അയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. കൊന്നില്ലെങ്കിൽ അയാൾക്ക് കൊന്നില്ല എന്ന് തന്നെ പറയാമായിരുന്നു. കൂടുതൽ കുറ്റങ്ങൾ സ്വയം എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ കൊന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ബോഡി അവിടെ നിന്നും മിസ്സിംഗ് ആണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ സ്പെഷ്യൽ ഏജൻസിന് അന്വേഷണം നിർത്താൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം ആ രാജ്യത്തിന് തന്നെ അറിയണം ആ ചിത്രത്തിലുള്ള പെൺകുട്ടി അവൾ ആരായിരുന്നു, അവളുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് അവൾ ഈ ഒരു വ്യക്തിയുടെ അണ്ടറിലായി പോയത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത് മുഴുവനും ഇയാളുടെ കഥയാണ്. മുൻപ് മാറ്റിനോട് പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ കഥ വളരെ ഹീറോയ്ക്കായിട്ട് തന്നെ പറയാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. ഇയാൾ ധീരനാണ്, ഇയാൾ സുന്ദരനാണ്, ഇയാൾ മികച്ച ഒരു ഡ്രൈവറാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവർ ഇയാളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയിൽ ഇയാൾ അബദ്ധവശാൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി, സാൻഡ്ര. ഇയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു സാൻഡ്രയ്ക്ക് ഇയാളെയും വലിയ ഇഷ്ടമായിരുന്നു. 2 പേരും വിവാഹം കഴിച്ചു. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ആ 3 കുട്ടികളും ഇയാളുടെ കുട്ടികളായിരുന്നില്ല, സാൻഡ്രയുടെ കുട്ടികളായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചോദ്യം അതിലൊരു സ്പെഷ്യൽ ഏജൻറ്റിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ പേരെന്തായിരുന്നു? പെട്ടെന്ന് തന്നെ അയാൾ ആ പേര് പറഞ്ഞു, ബ്രണ്ടൻ ക്ലിയോ വില്യംസ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ് ആ പേരിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം അത് റെക്കോർഡിലുള്ള ഒരു പേര് തന്നെയാണ്. പിന്നീട് ഒരു ചോദ്യം കൂടി ഉണ്ടായി. സാൻഡ്രയ്ക്ക് 3 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, 3 പെൺമക്കൾ. ആ 3 പെൺമക്കളിൽ മൂത്ത മകളുടെ പേര്
അതെന്താണ്? ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ഇത്തവണ വാരനിൽ നിന്നും ഉണ്ടായത്. അവളെയല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവളാണ് സൂസൻ സെവാക്കിസ്. സൂസൻ സെവാക്കിസ് മരി എന്ന പേരിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ബർത്ത് സർട്ടിഫിക്കറ്റിലൂടെ അവളുടെ അമ്മയുടെ പേര് സാൻഡ്ര എന്നാണെന്നും അവളുടെ അച്ഛൻ്റെ പേര് ക്ലിഫ് എന്നാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അവർ രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സാൻഡ്രയും ക്ലിഫും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായവരാണ്. രണ്ടുപേർക്കും ഏതാണ്ട് 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വിവാഹം കഴിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സാൻഡ്ര ഗർഭിണിയായി. പിന്നീട് വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ലിഫ് വിയറ്റ്നാമിലേക്ക് പോവുകയും ചെയ്തു. ക്ലിഫ് വിയറ്റ്നാമിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് സാൻഡ്ര പ്രസവിക്കുന്നത്. അങ്ങനെയാണ് സൂസൻ ജനിക്കുന്നത്. സൂസനെ കാണാനുള്ള വലിയ ആഗ്രഹം ക്ലിഫിനുണ്ടായിരുന്നു. പക്ഷേ ക്ലിഫ് മടങ്ങി വന്നപ്പോഴേക്കും അയാൾക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. സാൻഡ്രയ്ക്ക് അപ്പോൾ മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാൻഡ്രയ്ക്ക് ഇപ്പോൾ ഡൈവോഴ്സാണ് വേണ്ടത്. ഈ ബന്ധം തുടർന്നു പോകാൻ അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ രണ്ടുപേരും ഡൈവോഴ്സ്ഡ് ആകുന്നു. സൂസൻ ഇപ്പോൾ സാൻഡ്രയുടെ ഒപ്പം തന്നെയാണ്. സാൻഡ്ര മറ്റൊരാളെ വിവാഹം ചെയ്തിരിക്കുകയാണ്. ആ ദാമ്പത്യ ബന്ധം കുറച്ച് വർഷങ്ങൾ കൂടി കടന്നുപോയി. അതിലൂടെ സാൻഡ്രയ്ക്ക് 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് വലിയൊരു ചുഴലിക്കാറ്റുണ്ടാകുന്നത്. ആ ചുഴലിക്കാറ്റിൽ അവരുടെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയുണ്ടായി. അവളുടെ അപ്പോഴുണ്ടായിരുന്ന ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണ്. ഒപ്പം അവളുടെ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഡിപ്രഷനാണ് ഇവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. എന്ത് ചെയ്യണമെന്നറിയുകയില്ല. സോഷ്യൽ സർവീസ് ഓഫീസിൽ പോയി ഈ 3 കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വിട്ടു കൊടുക്കണമെന്ന് ഇവൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതനുസരിച്ച് സോഷ്യൽ സർവീസ് ഓഫീസ് അന്വേഷിച്ച് പോകുമ്പോൾ ആ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ക്ലിഫിൻ്റെ അടുത്താണ്. അതായത് സാൻഡ്രയുടെ ആദ്യത്തെ ഭർത്താവായ ക്ലിഫ്, സൂസൻ്റെ യഥാർത്ഥ അച്ഛൻ. പക്ഷേ അപ്പോൾ അയാൾക്ക് വെറും 23 വയസ്സ് മാത്രമാണ് പ്രായം. അവിടെ നിന്നും വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ മകൾ, ആ മകളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? ആ മകളെ മാത്രമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ആ മകൾക്ക് 2 അനിയത്തിമാർ കൂടിയുണ്ട്. അവരെ 3 പേരെയും കൂടി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വിട്ടുതരാൻ സാധിക്കുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ക്ലിഫിനപ്പോൾ സാധ്യമാകുന്നില്ല. തൻ്റെ മകളെ തനിക്ക് വേണം. പക്ഷേ 3 മകളെ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? ഈ സമയത്തൊന്നും അയാൾക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അയാളുടെ പേരൻസിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. സൂസനെ മാത്രം വേണമെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ ആ അഭ്യർത്ഥന സോഷ്യൽ സർവീസ് ഓഫീസ് തിരസ്കരിക്കുകയാണ് ചെയ്തത്. കാരണം ഈ 3 കുഞ്ഞുങ്ങളും ഒന്നിച്ച് വളർന്നവരാണ്. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. 3 പേരെയും ഒരുമിച്ച് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ അഡോപ്ഷൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലിഫ് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് സാൻഡ്ര മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ട്. ആ വ്യക്തിയാണ് വാരൻ മാർഷൽ. വാരൻ മാർഷലുമായിട്ട് അവൾ പ്രണയത്തിലാകുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. വാരൻ മാർഷൽ തന്നെയാണ് പറഞ്ഞത്, ആ കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ 3 കുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർത്താമെന്ന്. പക്ഷേ അതിൽ വലിയ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാളുടെ മധുരമായിട്ടുള്ള വർത്തമാനം മാത്രമാണ് അവൾ ആദ്യഘട്ടങ്ങളിൽ മനസ്സിലാക്കിയത്. പക്ഷേ വിവാഹശേഷം അയാൾ ഒരു ക്രൂരനാണെന്നും ഒരു സാഡിസ്റ്റ് ആണെന്നും അവൾ പതിയെ മനസ്സിലാക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അയാളുടെ പക്കൽ എപ്പോഴും ഒരു കടാര ഉണ്ടായിരുന്നു. ആ കടാര ഉപയോഗിച്ച് അയാൾ അവളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ വകവരുത്തുന്നതാണ്. ഇങ്ങനെ ദുർഘടമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സാൻഡ്രയ്ക്കെതിരെ ഒരു കേസ് ഉണ്ടാകുന്നത്. ഒരു ചെക്ക് കേസിൽ അവൾ 1 മാസത്തേക്ക് ജയിലിലാകുന്നു. ഈ സമയത്ത് ആ 3 കുഞ്ഞുങ്ങളുടെയും കസ്റ്റോഡിയൻ അയാൾ മാത്രമാണ്. ആ 3 കുഞ്ഞുങ്ങൾക്കും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സാൻഡ്രയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മറുപടി ഇപ്രകാരമായിരുന്നു, നിങ്ങളുടെ ഭർത്താവാണോ അയാൾ? അതെ, എൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ വിവാഹിതരാണ്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് അയാൾ തന്നെയാണ്, ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. 1 മാസത്തെ തടവ് ജീവിതം കഴിഞ്ഞ് അവൾ വെളിയിൽ വരുമ്പോൾ അറിയുന്നത് അവളുടെ ഇളയ 2 മക്കളെ ഓർഫനേജിൽ അയാൾ ഏൽപ്പിച്ചു എന്നാണ്. പക്ഷേ മൂത്ത മകളായ സൂസന് എന്ത് സംഭവിച്ചു എന്ന് അറിയുകയില്ല. മാർഷലിനെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ സാൻഡ്ര അത് അന്വേഷിച്ച് പോകുന്നൊന്നുമില്ല. സാൻഡ്ര ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നീചമായിട്ടുള്ള ഒരു കാര്യമാണത്. അവർക്ക് അന്വേഷിച്ച് പോകാമായിരുന്നു, അവൾക്ക് കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും അവൾ മുതിരുന്നില്ല. അങ്ങനെ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല.
ജോയിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ടോണി എന്ന പേര് അവളുടെ പേരല്ല, ഷാരോണും അവളുടെ പേരല്ല. അവളുടെ യഥാർത്ഥ പേര് അത് സൂസൈൻ എന്നാണ്, സൂസൈൻ സെവാക്കിസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കല്ലറയിലെ പേര് തിരുത്തി ഈ ഒരു പേര് തന്നെ എഴുതണം. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം അയാൾ സൂസൈൻ്റെ മകളായിട്ടുള്ള മെഗനെ അറിയിക്കുന്നുണ്ട്. മെഗനും അതിനോട് വലിയ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് അവിടെ വെച്ച് തന്നെ ഒരു കർമ്മം നടത്താനായിട്ട് തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ പേര് തിരുത്തി പകരം പുതിയ പേര് എഴുതി ചേർത്തു. അതിൻ്റെ അടിയിലായിട്ട് ഒരു വാചകം കൂടി അവർ എഴുതുന്നുണ്ടായിരുന്നു: സൂസൻ സെവാക്കിസ്, ഡിവോട്ടഡ് മദർ ആൻഡ് ഫ്രണ്ട്. സൂസൻ ഒരിക്കലും അറിയുകയില്ലായിരുന്നു സൂസൻ്റെ യഥാർത്ഥ പേര് സൂസൻ ആണെന്ന്. സൂസൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഇവരായിരുന്നു എന്ന്. അവൾ ടോണിയായിട്ട് ജീവിച്ചു, ഷാരോണായിട്ട് ജീവിച്ചു, ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. പിന്നീട് മെഗൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. ഒരു ആൺകുഞ്ഞിനാണ് അവൾ ജന്മമേകിയത്. ആ ആൺകുഞ്ഞിന് അവൾ മൈക്കിൾ എന്ന പേരാണ് ഇട്ടത്, അവളുടെ സഹോദരൻ്റെ പേര്. അവൾക്ക് കാണാൻ സാധിക്കാതെ പോയ, ചെറിയ പ്രായത്തിൽ തന്നെ വേരറ്റ് പോയ ആ കുഞ്ഞിൻ്റെ പേര്. മെഗനിലൂടെ സൂസൻ പുനർജനിക്കുന്നതായിട്ട് അവൾ ചിന്തിച്ചു. അവളുടെ മകനായിട്ടുള്ള മൈക്കിളിലൂടെ അവളുടെ സഹോദരനും പുനർജനിക്കുന്നതായിട്ട് അവൾ ചിന്തിച്ചു. സൂസൻ്റെ യഥാർത്ഥ അച്ഛനായ ക്ലിഫ് ഒരിക്കലും സൂസനെ കണ്ടിട്ടില്ല, അവളോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ വേദി അത് ദാരുണമായിട്ടുള്ളൊരു വേദി തന്നെയാണ്. കണ്ടു നിന്നവർക്ക് ഒരിക്കലും കണ്ണുനീരടക്കാൻ സാധിക്കുമായിരുന്നില്ല. ക്ലിഫ് മെഗനെ ചേർത്ത് പിടിച്ചു. സൂസന് കൊടുക്കാൻ സാധിക്കാതെ പോയ ആ സ്നേഹം അയാൾ മെഗന് കൊടുത്തു. അയാൾക്കിപ്പോൾ ഒരു മകളുണ്ട്, അത് മെഗനാണ്. മെഗന് ഒരു അപ്പൂപ്പനുണ്ട്, അത് ക്ലിഫാണ്. സൂസൻ സെവാക്കിസും മൈക്കിളും ഇപ്പോഴും ജീവിക്കുന്നു, മെഗനിലൂടെയും മെഗൻ്റെ കുഞ്ഞായ മൈക്കിളിലൂടെയും.